ഹായ് വ്യൂവേഴ്സ്, റിലയൻസ് സി മെഷീൻസിലേക്ക് സ്വാഗതം. നമ്മളിപ്പം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സിംഗറിൻ്റെ M2605 എന്ന് പറയുന്ന മോഡൽ ഹോം സ്വിങ് മെഷീനാണ്. ഇത് എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു മെഷീനെ പറ്റി വളരെയധികം ആർക്കും തന്നെ ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഇൻബിൽട്ടായിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് ആക്സറീസ് ഉള്ളത്, ഇത് എങ്ങനെയാണ് മെഷീൻ ഇരിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇതിലൂടെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ജസ്റ്റ് നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തുനിന്ന് അതിൻ്റെ തെർമോക്കോളൊക്കെ മാറ്റി നമ്മൾ ഇത് ആക്സറീസ് ഐറ്റംസ് അതിൻ്റെ കിറ്റാണ്, അതെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അതെടുത്ത് നമ്മൾ ടേബിളിലേക്ക് മാറ്റി വെച്ചു. അതിനുശേഷമായിട്ട് ഇത് അതിൻ്റെ ആക്സറീസിൽ വരുന്ന അതിൻ്റെ പെഡലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ടേബിളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതിൻ്റെ പെഡലിൻ്റെ കവറ്, അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മെഷീൻ നമുക്ക് അതിനകത്തൊന്ന് റിമൂവ് വെച്ച് കൊടുക്കാം. അപ്പം മെഷീൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആ തെർമോക്കോളിൽ നിന്ന് നമുക്കൊന്ന് മെഷീനൊന്ന് വേർപെടുത്തിയെടുക്കാം. അതേപോലെ തന്നെ ഇത് വരുന്നത് സിംഗറിൻ്റെ അതിൻ്റെ കാറ്റലോഗാണ്, ഇൻസ്ട്രക്ഷൻ മാനുവൽ. അതേപോലെ ഇത് നമുക്ക് മെഷീൻ മൂടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കവർ നമുക്ക് ഇതിൻ്റെ കൂടെ ബിൽറ്റിനായിട്ട് വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ തെർമോക്കോൾ മാറിയിട്ട് മെഷീൻ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. തെർമോക്കോൾ മാറ്റി നമുക്ക് കവറ് മാറാം. ഓക്കെ, കവറും മാറി. ഓക്കെ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ഒരു മെഷീനാണ്. കാണാൻ തന്നെ നല്ല സ്മൂത്താണ്. അതേപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മോഡൽ ഫാഷൻ മേക്കറുകൾക്കൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണ് ഇത്. പ്ലാറ്റ്ഫോം ഇതിപ്പോൾ നമുക്കിപ്പോൾ വേറൊരു ടേബിളിനകത്തോട്ട് ഇറക്കി വയ്ക്കുകയോ അതേപോലെ തന്നെ വേറെ ഒരു സെപ്പറേറ്റ് ഒരു പ്ലാറ്റ്ഫോം മേടിക്കേണ്ടതായി യാതൊരുവിധ ആവശ്യം വരുന്നില്ല. നല്ല ഒരു മുഴുത്ത പ്ലാറ്റ്ഫോമാണ്. ഒരു എംബ്രോയ്ഡറി ഫ്രെയിമൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എംബ്രോയ്ഡറി ഫ്രെയിം വെച്ചിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അത് ഇതിനെപ്പറ്റി ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ തന്നെ നമുക്ക് ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടും, എങ്ങനെയാണ് എംബ്രോയ്ഡറി ചെയ്യുന്നത്, ഫ്രെയിം വെച്ചിട്ട് എംബ്രോയ്ഡറി ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പം നേരിൽ കാണുമ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് കാണുന്നതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് സ്റ്റിച്ചിൻ്റെ നോബുണ്ട്. നമുക്ക് ഏത് സ്റ്റിച്ചാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാനുള്ള നോബ്. അതേപോലെ തൊട്ട് മുകളിലായിട്ട് സ്റ്റിച്ചിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ്. അത് ബട്ടൺ ഹോളിന് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ ഹോളിൻ്റെ എംബ്ലം. അതേപോലെ തന്നെ സിംഗറിൻ്റെ M2605 എന്ന് പറയുന്ന ബാഡ്ജിങ്. അതേപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കെട്ടിടാനുള്ള ലിവറ്. മുകളിലായിട്ട് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ്. അതേപോലെ തന്നെ ഇത് വരുന്നത് നമുക്ക് ത്രെഡിൻ്റെ സ്റ്റാൻഡാണ്, ത്രെഡ് സ്റ്റാൻഡ്. പിന്നെ ഇവിടെ വരുന്നത് നമുക്ക് ബോബിൻ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ ബോബിൻ ബൈൻഡിങ്ങിൻ്റെ സിസ്റ്റം വരുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മെഷീനകത്ത് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആക്സറീസ് കിറ്റിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ഐറ്റം എന്നുള്ളത് നമുക്ക് നോക്കാം. ആക്സറീസിൻ്റെ സാധനം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് 1 by 1 ആയിട്ട് പരിചയപ്പെടാം. നമ്മൾ നോക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് അതിനകത്ത് ബോബിനുണ്ട്, ഇതിൻ്റെ കൂടെ ആക്സറീസിൽ കിട്ടുന്നത്. രണ്ടാമതായിട്ട് ഇത് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടൺ ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. അങ്ങനെ ഒരു ടൂളുണ്ട്. അടുത്തായിട്ട് ആക്സറീസ് വരുന്നത് നമുക്ക് ത്രെഡ് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ക്യാപ്പാണ്. അതായത് നമ്മൾ ഈ ത്രെഡ് ഹോൾഡറിൽ വയ്ക്കുന്ന ക്യാപ്പാണ് ഇപ്പോൾ കണ്ടത്. ഇനിയിപ്പം അടുത്തതായിട്ടത് ഇതൊരു സ്വിങ് റിപ്പറാണ് വിത്ത് ചെറിയ ബ്രഷാണ്. നമുക്ക് പൊടിയൊക്കെ കളയാനും അതേപോലെ തന്നെ ഇത് ബട്ടൺ ഹോൾ ഇടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് വരുന്നത്, സ്വിങ് റിപ്പർ. ഇനി നമുക്ക് ആക്സറീസ് വരുന്നതെന്ന് പറഞ്ഞാൽ മെഷീൻ്റെ കൂടെ വരുന്ന ഒരു 2-3 സൂചി ഉണ്ടാവും ഇതിനകത്ത്, അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് ഇത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീത്ത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് പല്ല് ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് പല്ലിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ടീത്ത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഐറ്റം. അതേപോലെ തന്നെ ഇതിപ്പോൾ കാണുന്നത് സിപ്പർ ഫൂട്ടാണ്. അപ്പോൾ ഈ ഒരു സിപ്പർ ഫൂട്ടിൽ നമുക്ക് ഇൻവെസിബിൾ സിബ് വയ്ക്കാനും അതുപോലെ പൈപ്പിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്കിതിനകത്ത് സാധിക്കും.
ഇനിയിപ്പം അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ റോളിംഗ് ഫുട്ടാണ്. നമുക്ക് റോളിങ് ചെയ്യാൻ ഈ അംബ്രല്ല കട്ടിൻ്റെ അടിയൊക്കെ റോൾ ചെയ്യാനോ അതേപോലെ തന്നെ ഉരുട്ടി അടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫൂട്ടാണ്. ഇനി നമുക്ക് വീണ്ടും ആക്സറീസിലായി വരുന്നത് ഇത് വരുന്ന ബട്ടൺ ഫിക്സിങ്ങിൻ്റെ ഫൂട്ടാണ്. ബട്ടൺ ഫിക്സിങ്ങിൻ്റെ ഇനി വീണ്ടും ഐറ്റംസ് വരുന്നുണ്ട്. ഇത് വരുന്നത് നമുക്ക് ത്രെഡ് ക്യാപ്പ് തന്നെയാണ്. നമുക്ക് ത്രെഡ് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വലിയ ക്യാപ്പിന് പകരം വരുന്നതാണ് ത്രെഡ് ക്യാപ്പാണ് അടുത്തത്. പിന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ നീഡിൽ ക്ലാമ്പൊക്കെ അഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ ആക്സറൈസിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരുപാട് സ്റ്റിച്ചസ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുകൂടാണ്ട് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഹെവി ഡ്യൂട്ടിയാണ്. നമ്മൾ അതിൻ്റെ ബോക്സിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഒരു ഫാഷൻ മേക്കറിൽ നമുക്ക് ഒരുപാട് കട്ടിയുള്ളതൊന്നും അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു 2605 എന്ന് പറയുന്ന മോഡലിൽ അത്യാവശ്യം നമുക്ക് കട്ടിയുള്ള തുണിയൊക്കെ നമുക്ക് ഇതിനകത്ത് അടിക്കാൻ വേണ്ടി പറ്റും എന്നാണ് കമ്പനി പറയുന്നത്. നല്ല RPM ഉള്ള മോട്ടറും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ബിൽറ്റിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് നമുക്കിനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പം നല്ല വീഡിയോ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.